നമസ്കാരം. സൗദി അറേബ്യയുമായി സഹകരിച്ച് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ തന്നെ ഫ്രാൻസിന് ജൂണിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബുധനാഴ്ച പറയുകയുണ്ടായി. നമ്മൾ അംഗീകാരത്തിലേക്ക് നീങ്ങണമെന്നും വരും മാസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു. ഫ്രാൻസ് 5-ൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ തന്നെ മാക്രോൺ പറഞ്ഞ വാക്കുകളാണ് ഇവ. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനുള്ളിൽ തന്നെ ദുരാഷ്ട്ര പരിഹാരമായി തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ആസൂത്രിതമായ സമ്മേളനം ന്യൂയോർക്കിൽ നടക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഒരു വഴിത്തിരിവായിരിക്കുമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ജൂണിൽ സൗദി അറേബ്യയുമായി ചേർന്ന ഫലസ്തീൻ സംബന്ധിച്ച ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതാണ് തങ്ങൾ വഹിക്കുകയും ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അവിടെ നിരവധി കക്ഷികളുടെ പരസ്പര അംഗീകാരത്തിനുള്ള ഈ നീക്കത്തിന് അന്തിമ രൂപം നൽകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ 50,000-ലധികം ആളുകളെ കൊന്നൊടുക്കിയ ഗാസയിലെ സംഘർഷത്തിന് വ്യാപകമായ ഇസ്രായേൽ ഫലസ്തീൻ തർക്കത്തിനും രാഷ്ട്രീയ പരിഹാരം കാണണമെന്ന അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത്. 2024 ഫെബ്രുവരിയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഫ്രാൻസിന് ഒരു വിലക്കല്ല എന്ന് മാക്രോൺ പറയുകയും ചെയ്തു. അത്തരമൊരു നീക്കം ധാർമ്മികം രാഷ്ട്രീയവുമായി ആവശ്യകതയാണെന്നും അടിവരയിട്ട് പറയുന്നുണ്ട്. വളരെ കാലമായി അവരുടെ അഭിലാഷങ്ങൾ തന്നെ ചട്ടമെത്തിക്കപ്പെട്ടതും ഫലസ്തീനികളോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു എന്നും പറയുന്നു. നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സെമറ്റിക് വിരുദ്ധ കൂട്ടക്കൊല അനുഭവിച്ച ഇസ്രായേലികളോട് ഞങ്ങൾ ഐക്യദാർഢ്യം ഏർപ്പെടുന്നുവെന്നും കുഴപ്പങ്ങൾ വളർത്തുന്നവരിൽ നിന്നും പ്രതികാരത്തിന്റെ വിതക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രദേശത്തോടും ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിവ. നിലവിൽ 193 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളിൽ 147 എണ്ണം ഫലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നിവ പട്ടികയിൽ തന്നെ ചേർന്നതോടെ അംഗീകാരം നൽകുന്ന മൊത്തം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ എണ്ണം 10 മാറി. ബൾഗേറിയ, സൈപ്രസ്, മാൾട്ട, ഹംഗറി, പോളണ്ട്, സ്വീഡൻ, റൊമാനിയ എന്നിവയുള്ള മറ്റുള്ളവ പോലെ യുക്രൈൻ, അൽബേനിയ, സെർബിയ, മൊണ്ടിനെഗ്രോ, ബെലാറസ് എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഗസയിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണെന്നും പറയാം. ബന്ദികളുടെ മോചനത്തിൽ പുരോഗമിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നടപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഗസയിലേക്ക് സഹായം വൈകിയാൽ കൂട്ടുമരണ സാധ്യതയുണ്ടെന്ന് UN ഏജൻസികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ അമേരിക്ക നിർണായക ആണവ ചർച്ച ശനിയാഴ്ച ഒമാനിൽ നടക്കാൻ പോവുകയാണ്. അതുപോലെ UN സംവിധാനങ്ങളെ തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഗസയിൽ സ്ഥിരം സൈനിക സംവിധാനം ഒരുക്കാനുള്ള ഇസ്രായേൽ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നും UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറയുകയുണ്ടായി. സൈനിക സമ്മർദ്ദത്തിലൂടെ തന്നെ ഫലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. US പിന്തുണയോടെ ഗസ ജനതയെ പുറന്തള്ളാനുള്ള ഇസ്രായേൽ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടയിലാണ് UN സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം കൂടി ഉണ്ടായത് എന്ന് പറയണം.